ഓം ശാന്തി. ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും അവരവരുടേതായിരിക്കുന്ന മഹത്വമുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു കുഞ്ഞു ഉറുമ്പ് മതി ഒരാനയെ പരാക്രമിച്ച് ഓടിപ്പിക്കാൻ. തുമ്പിക്കൈയിലൂടെ ഒരു ഉറുമ്പ് കയറിപ്പോയാൽ മതി, ആ ആനയ്ക്ക് പരാക്രമെടുത്തത് ബോധം കെട്ട് ഓടും. അത്രയ്ക്ക് ചെയ്യാനായിട്ട് ഒരു ഉറുമ്പിനും സാധിക്കും. ഒരു കാര്യം ഈ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ആരും ഈ ലോകത്തിൽ ചെറുതല്ല. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഇവരെ കൊണ്ട് എനിക്കെന്ത് തരാനാണ്, ഇവരെന്ത് ചെയ്യാനാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, ഓരോ വ്യക്തിക്കും ഡ്യൂ റെസ്പെക്റ്റും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ അവസരം വന്നാലും അതിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഒരു കൊച്ചു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ചെന്നായ അതിൻ്റെ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ആ കുട്ടികളുമായിട്ട് കളിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് അവർക്ക് വിശന്നപ്പോൾ ഈ ചെന്നായ ആഹാരം തേടി പോവുകയാണ്. ആ സമയത്ത് വലിയൊരു കഴുകൻ വന്നിട്ട് ഈ 3 കുട്ടികളെ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഓട്ടയായി നിൽക്കുന്നൊരു മരം ഉണ്ടായി. ആ മരത്തിൻ്റെ മേലെയായിട്ടുള്ളതായിട്ടുള്ള കഴുകൻ്റെ കൂട്ടിൽ അതിൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെച്ചു. അത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ചെന്നായ ആഹാരം തേടി പോയിടത്തുനിന്ന് തിരിച്ച് ഓടി വരികയാണ്. ഓടി വരുന്ന കാണുമ്പോൾ ഭയപ്പെട്ടിട്ട് ഒരു കുട്ടി എന്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. വിളിച്ചപ്പോൾ ആ കുഞ്ഞ് മാത്രം ഓടി വന്ന് അമ്മയുടെ പറ്റി നിന്നു. മറ്റ് 2 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മേലെന്ന് കേൾക്കുകയാണ്. നോക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കയറി പോയിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് ആ ചെന്നായക്ക് സാധ്യമല്ല. അത് താഴെ നിന്നുകൊണ്ട് തൻ്റെ ഭാഷയിൽ ഉറക്കെ കരഞ്ഞു ചോദിക്കുകയാണ്, ഒരമ്മയാണ് ഞാൻ, ഒരമ്മയാണ് നീയും. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ പ്രാണൻ എടുക്കരുത്, അവരെനിക്ക് തിരിച്ചു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കഴുകൻ ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് അമ്മയായ എൻ്റെ ദൗത്യമാണ്. അത് നിൻ്റെ കുഞ്ഞുങ്ങളായാലും കുഴപ്പമില്ല, മറ്റെന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൻ്റെ കൊല്ലാൻ നോക്കുകയാണ്. അത് കണ്ടപ്പോൾ രക്ഷിക്കാൻ ഒരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ കുറേ ആ ചെന്നായ മരത്തിൻ്റെ പിന്നാലെ ഓടി. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. അതെന്ത് ചെയ്തു, അവിടെ താഴെ തന്നെ കുറച്ച് വിറക് കൂട്ടിയിട്ട് അടുത്തുള്ളതായിട്ടൊരു ഗ്രാമത്തിൽ പോവും. അവിടെ പോയിട്ട് ഓടിപ്പോയിട്ട് അവരെ കാണും, തിരിച്ചോടി വരും, അവിടെ നിന്ന് പോവും, തിരിച്ചോടി വരും. ഇങ്ങനെ അതിൻ്റെ ഓട്ടം കണ്ടപ്പോൾ ആ ഗ്രാമവാസികൾക്ക് എന്തോ ഒന്ന് കിട്ടാണ്ട് ഇതിനടുത്ത് തോന്നിപ്പോയി. അവരൊരാൾ അതിൻ്റെ പിന്നാലെ വരും. നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ കഴുകനും അതിൻ്റെ വലിയ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ വലുതാണ്. അപ്പോൾ നല്ല ഇറച്ചിക്കതായിട്ടുള്ള എല്ലാ സാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഈ കൂട്ടിയിട്ടതായിട്ടുള്ള കമ്പുകളിൽ തീയിട്ട് കഴിഞ്ഞപ്പോൾ ഈ കഴുകൻ ഓടി വന്നിട്ട് പറന്ന് വന്ന് താഴെ വന്നിട്ട് ഈ അതിൻ്റെ കാല് പിടിച്ച പോലെ പറയണം, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന്. അപ്പോൾ ഈ ചെന്നായ പറയും, എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്കും വലുതാ, നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്കും വലുതാ, എന്തായാലും അവിടെ എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ കെടുത്താനുള്ള പണി ഞാൻ ചെയ്തുതരാമെന്ന് പറയുകയാണ്. എന്നിട്ട് അത് കാലുകൊണ്ട് തീയിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഓടും. അതിൻ്റെ ബഹളം കണ്ടപ്പോൾ ആ തീയിടാൻ വന്നതായിട്ടുള്ള ആളുകളുടെ മനസ്സലിഞ്ഞു. അവർ തന്നെ ആ തീ കെടുത്തുകയും ചെയ്തു. അങ്ങനെ തൻ്റെ കഴിവിലില്ലാത്ത കാര്യം പോലും ഒരമ്മയുടെ ഹൃദയം വേദനിക്കുമ്പോൾ എന്ത് കാര്യവും ചെയ്യാനുള്ള ശക്തി അതിനുള്ളിൽ വരും. അതുകൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ജീവിയും ഒന്നിനും ചെറുതായി കാണല്ലേ. ഒരു കൊച്ചു ജീവിക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ജീവൻ, അതിൻ്റെ വിലയുണ്ട്. ഒരു കാക്കയ്ക്ക് പോലും അതിൻ്റെ കുഞ്ഞു തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മൂല്യവും അവരുടേതായിട്ടുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ നമുക്കൊരു ജീവിതം തന്നിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജീവികളെ ഉപദ്രവിക്കാനല്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജീവികളെ സഹായിക്കാനാണ്. അതുകൊണ്ട് സഹജീവികളെ സഹായിച്ചുകൊണ്ട് നിങ്ങളാലാവുന്ന രീതിയിൽ സ്നേഹവും റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് ജീവിച്ചു നോക്ക്. തീർച്ചയായിട്ടും സമയം വരുമ്പോൾ എനിക്കാരും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഒരുപക്ഷെ ജീവികളാകും, അല്ലെങ്കിൽ മനുഷ്യന്മാരാകും, എന്തായാലും ഈശ്വരൻ്റെ സഹായം അത്തരം മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ രചനയാണ് ഈ പ്രപഞ്ചം. ആ രചനയുടെ ഓരോന്നിനോടും ആദരവ് കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സപ്പോർട്ട് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരെയും ചെറുതായി കാണരുത്, എല്ലാവർക്കും ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുക തന്നെ വേണം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.